ഈ കടം വാങ്ങുന്നതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടല്ലേ? മുമ്പങ്ങാണ്ട് സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കടം വാങ്ങുന്നയാൾ കടം വീട്ടാൻ കൃത്യമായ ഒരു ഉപാധി മുന്നിൽ കണ്ടേ അടിയന്തര പ്രാധാന്യമുള്ള ലറൂറിയായ വിഷയങ്ങൾക്കല്ലാതെ കടം വാങ്ങാൻ പാടുള്ളൂ. ഇപ്പൊ കടം വാങ്ങി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുട്ടികൾ മരിച്ചു പോകും, അത്രക്കൊരു ഘട്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിന് നാശം വന്നു പോകും. അങ്ങനെയാണെങ്കിൽ തിരിച്ചു നൽകാനുള്ള തിരിച്ചടവിനുള്ള മാനദണ്ഡമൊന്നും പ്രത്യേകിച്ച് അതിനുള്ള കാരണങ്ങളൊന്നും കാണാതെ തന്നെ കടം വാങ്ങാം. നേരെ മറിച്ച് അതിനപ്പുറം കുറേ കാര്യങ്ങൾക്ക് വീട് കുറച്ചുകൂടെ അങ്ങോട്ട് സൗന്ദര്യം കൂട്ടണം, നിലവിലുള്ള വാഹനം ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് അടുത്തൊരു കമ്പനിയുടെ പുതിയ വാഹനം വാങ്ങണം. ഇതിനൊക്കെ കടം വാങ്ങുന്നത് ഒന്ന് അത്ര ശരിയായ ഏർപ്പാടല്ല. കടം വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞ സമയത്തുന്ന നേരത്ത് ഇത് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാനദണ്ഡം നമ്മുടെ മുമ്പിൽ വേണം. നമുക്ക് ഇന്നടുത്തൊരു 10 സെന്റ് സ്ഥലമുണ്ട്, അത് വിറ്റാൽ ഈ കടത്തേക്കാളും കൂടുതൽ പൈസ കിട്ടും. അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിധത്തിൽ നമ്മൾ മേടിച്ചു കൊടുത്ത 10 പവൻ സ്വർണ്ണമുണ്ട്, അത് വിറ്റാൽ ഒരു 7 ലക്ഷമൊക്കെ കിട്ടുമായിരിക്കും. ഞാനിപ്പോൾ ഒരു 6 ലക്ഷമാണ് വണ്ടിക്ക് കടം വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ തിരക്കടില്ല. ഇങ്ങനെ ഒരു മാനദണ്ഡം മുന്നിൽ കാണാതെ ചില ആളുകളുണ്ട്, കടം മേടിച്ചു കൊണ്ടേയിരിക്കും. അത് തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇനി കടം മേടിച്ചു കൊണ്ടായാലോ, ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾ അധ്വാനിച്ചതിൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ഒരാൾക്ക് കടം കൊടുക്കുന്നു. അത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് ഉണ്ടാക്കിയതിലേറെ അധ്വാനിക്കേണ്ടി വരും. ചിലപ്പോൾ 10 ലക്ഷമൊക്കെ കടം കൊടുത്തിട്ട് മോളെ കല്യാണത്തിൻ്റെ പ്രാരാബ്ദമൊക്കെ പറഞ്ഞ് അയാളെ നിരന്തരം ബന്ധപ്പെട്ടിട്ട് 30,000 റുപ്യ കല്യാണത്തിനോട് തിരിച്ചു കൊടുത്തു. ഇനി ബാക്കി 9,70,000, പിന്നെ 2,000, 7,000, 10,000 ഒക്കെ ആയിട്ട് ഒരു 10-20 വർഷത്തിൻ്റെ ഇടയ്ക്ക് തിരിച്ചു കിട്ടിയാൽ ഈ പണം കൊണ്ട് പ്രത്യേകിച്ച് എന്താ കാര്യം? അങ്ങനെയാണ് പൊതുവെ കടം മേടിച്ച ആളുകളുടെ സമീപനം. നന്നാവണം. സക്കാത്ത് വാങ്ങുന്നിടത്ത് താല്പര്യം കാണിച്ചാൽ പോരാ. നമ്മൾ നിർവഹിക്കേണ്ട ഓരോ കാര്യത്തിലും ഓരോരുത്തരും സാമ്പത്തിക രംഗത്ത് ശ്രദ്ധാലുക്കളാവണം. ഈ പറയണതൊക്കെ സമ്പന്നന്മാരെ ബാധിച്ച കാര്യമാണ്. നമുക്കൊന്നും അവിടെ ഒരു റോളും ഇല്ല എന്ന് വിചാരിക്കരുത്. സാമ്പത്തിക രംഗത്ത് പണമുള്ളവൻ ആ രീതിയിലുള്ള മര്യാദകൾ പാലിക്കണം. പണമില്ലാത്തയാൾ കടം വാങ്ങുന്നിടത്ത് ശ്രദ്ധ പുലർത്തണം. കടം മേടിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് കൊടുക്കണം. ഈ കടം തരാൻ നല്ല മനസ്സ് കാണിച്ചയാൾ ഇത് കാരണത്താൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കരുത്. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നല്ല വിശ്വാസിയാകുക. കടം മേടിക്കുന്നതിൽ ഭയങ്കരമായ താല്പര്യമുള്ള കുറേ ആൾക്കാർ മേടിച്ചങ്ങനെ ജീവിക്കും. ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു മരണമുണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല. കടക്കാരൻ്റെ മൃതശരീരം എത്തിയപ്പോൾ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ അവിടുന്ന് മാറി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വിമ്മിട്ടം കാണിച്ചു. കടക്കാരൻ്റെ മയ്യത്ത് എത്തിയപ്പോൾ അവിടുന്ന് നിസ്കരിച്ചില്ല. നിങ്ങൾ നിസ്കരിച്ചോളൂ പറഞ്ഞു. നിസ്കരിക്കാൻ പറ്റൂല എന്നൊന്നുമല്ല, റസൂല് മാറി നിന്നു. അവസാനം ഏതൊരു സഹാബി വരെയാണ് അദ്ദേഹത്തിൻ്റെ കടം ഏറ്റെടുത്തിട്ടാണ് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കാരുണ്യത്തിൻ്റെ പ്രവാചകനായതുകൊണ്ട് അതിങ്ങനെ അപ്പോഴേക്ക് കയറാൻ നിൽക്കണ്ട.